ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അലോപേഷ്യ അല്ലെങ്കിൽ മുടി വട്ടത്തിൽ കൊഴിയുക എന്നൊരവസ്ഥയെക്കുറിച്ചാണ്. അലോപേഷ്യ എന്നത് മുടി വീഴുന്നത് ചെറുതോ വലുതോ ആയ ഭാഗങ്ങളിൽ തലമുടിയിലെ മുടി ഇല്ലാതാകുന്ന ഒരവസ്ഥയ്ക്ക് വൈദ്യശാസ്ത്രപരമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അലോപേഷ്യ. ഇതിന് പല കാരണങ്ങളും ഉണ്ടാകും. വ്യക്തികളിൽ നിന്നും വ്യക്തികളിലോട്ട് എത്തുന്തോറും ഇത് പല കാരണങ്ങളാൽ വ്യത്യസ്തപ്പെട്ടിരിക്കാം. പല ടൈപ്പിലുണ്ട് അലോപേഷ്യ അല്ലെങ്കിൽ ഇത്തരം മുടികൊഴിച്ചിൽ. അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് വരാം. തലയിലൊരു ഭാഗത്ത് വൃത്താകൃതിയിൽ പെട്ടെന്നുണ്ടാകുന്ന മുടികൊഴിച്ചിലാണ്. ഈ മുടി കൊഴിയുന്ന ഇടം വളരെ സ്മൂത്തായിരിക്കും. ബാൾഡ് പാച്ചസ് ഉണ്ടാവും, അതായത് കഷണ്ടി പോലെയൊക്കെ തോന്നാം. സ്ട്രെസ്സ്, ഇമ്മ്യൂൺ പ്രോബ്ലംസ് എന്നിവ ഇത് കൂടുതൽ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട്. ആൻഡ്രോജനിക് അലോപേഷ്യ അല്ലെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ പാറ്റേണിൽ മുടി കൊഴിയുന്നൊരവസ്ഥ, അതായത് സ്ത്രീകളിലെയോ പുരുഷന്മാരുടെയോ ഹെറിഡിറ്ററി മുടികൊഴിച്ചിൽ. പുരുഷന്മാരിലെ അല്ലെങ്കിൽ സ്ത്രീകളിലെ ഹെറിഡിറ്ററി ആയി ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ, പാരമ്പര്യമായി വരുന്ന മുടികൊഴിച്ചിൽ. പുരുഷന്മാരിൽ പ്രധാനമായും മുൻഭാഗത്ത് മുടി കൊഴിയുന്നതാണ് ഈ ആൻഡ്രോജനിക് അലോപേഷ്യ. സ്ത്രീകളിൽ മുകളിലെ ഭാഗത്ത് ഡിഫ്യൂസ് തിന്നിങ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ടെലോജൻ എഫ്ലൂവിനം, പെട്ടെന്ന് കൂട്ടമായി മുടി കൊഴിയുന്നത്. സ്ട്രെസ്സ്, പനി, സർജറി, ഡെലിവറി, ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിറ്റാമിൻസിൻ്റെ കുറവ് എന്നിവയ്ക്ക് ശേഷം പെട്ടെന്നുണ്ടാകുന്ന മുടികൊഴിച്ചിൽ ഈ കൂട്ടത്തിൽപ്പെടും. സാധാരണയായിട്ട് ഇത്തരം ഇതിലുണ്ടാകുന്ന മുടികൊഴിച്ചിൽ പെട്ടെന്ന് മുടി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ട്രാക്ഷൻ അലോപേഷ്യ, മുടി ശക്തമായി കെട്ടുന്നത് കാരണം, ടൈറ്റ് ബാൻഡൊക്കെ കാരണം മുടി കൊഴിയുന്നതാണ്. മെക്കാനിക്കൽ പുൾ മൂലം മുടി കൊഴിയുന്നത്. ലക്ഷണങ്ങൾ: വൃത്താകൃതിയിൽ മുടി നഷ്ടപ്പെട്ട പാച്ചുകൾ, പെട്ടെന്നുണ്ടാകുന്ന മുടികൊഴിച്ചിൽ, മുടിയുടെ കട്ടി കുറയൽ, തലയോട്ടിയിൽ ചൊറിച്ചിൽ, ഇറിറ്റേഷൻ ചിലർക്ക് കാണാറുണ്ട്. ഐബ്രോസിലും താടിയിലും ശരീരത്തിലെ രോമങ്ങളിലും ഇതുപോലെ മുടികൊഴിച്ചിൽ കാണാം. കാരണം ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാകാം, പാരമ്പര്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം, അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പ്രധാനമായും അയൺ, വൈറ്റമിൻ ഡി, സിങ്ക് തുടങ്ങിയവ, ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡ്, PCOS എന്നിവ, ടൈറ്റായിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ, മെഡിക്കേഷൻസോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ ഇതിന് കാരണമാകാം. സാധാരണ ചികിത്സ: ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ അലോപേഷ്യയ്ക്ക് ലഭ്യമാണ്. അതിനായി നിങ്ങളുടെ ഏറ്റവും സമീപത്തുള്ള ഹോമിയോ ഡോക്ടറെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി സമീപിക്കാം. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയുടെ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും. പലപ്പോഴും പലർക്കുള്ള സംശയമാണ് ഹോമിയോപ്പതിയിൽ കംപ്ലീറ്റ് ആയിട്ട് അലോപേഷ്യ മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കേസ് തന്നെയാണ് ഹോമിയോപ്പതിയിൽ അലോപേഷ്യ. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ കാണിക്കാം. പ്രധാനമായും ഇതിൻ്റെ കൂടെ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ് കുറയ്ക്കുക, പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക, സ്ട്രെസ്സും ടെൻഷനും മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക, പ്രോട്ടീൻ, അയൺ, സിങ്ക്, വൈറ്റമിൻ ഡി, omega-3 സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക, ടൈറ്റായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഒഴിവാക്കുക, ജെൻറ്റിലായിട്ടുള്ള ഷാംപൂവിങ്ങും ഓയിലിങ്ങും തലയിൽ ചെയ്യുക.